Hello guys, welcome to our channel EB Fun World. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ വീഡിയോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്ന് രണ്ട് തിരക്കുകൾ വന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാണ്ടിരുന്നത്. ഞാൻ കാര്യമായിട്ട് വീഡിയോയിൽ സംസാരിക്കാൻ നിൽക്കേണ്ടത്, പക്ഷെ ഒന്നും ഇവിടെ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസത്തെ ഒരു ക്ലിപ്പാണ്. കുറച്ചുകൂടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. ഇക്കാൻ്റെ ഡ്രസ്സൊക്കെ അലക്കി ഇനി അയൺ ചെയ്ത് വെക്കാനുണ്ട് എല്ലാം. അതുപോലെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള പാക്കിങ് ഇക്ക വന്നതിന് ശേഷമായിരിക്കും ചെയ്യാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് ഫുഡൊക്കെ പുറത്തുനിന്നാണ്, കാരണം പിറ്റേ ദിവസം പോരാനുള്ളത് കൊണ്ട് തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുക്ക് ചെയ്യലൊന്നും നടക്കില്ല, വേറെയുള്ള പണികൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് കിച്ചണിലേക്ക് കയറിയിട്ടില്ല. ഇന്ന് ഫുള്ള് പുറത്തുനിന്നാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇക്കാൻ്റെ ഡ്രസ്സുകൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. അയൺ ചെയ്ത് വെക്കാനുള്ളത് അയൺ ചെയ്ത് വെക്കുകയാണ്. ഇക്ക ഞങ്ങളെ കൂടെ നാട്ടിലേക്ക് വരുന്നില്ല, ഞാനും മക്കളും മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാളിലെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി റൂമിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടെടുക്കണം. ഇതൊക്കെ ചെയ്യാൻ അവിടെ സ്റ്റാഫുകളുണ്ട് കേട്ടോ, എന്നാലും നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങളാണല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാമെന്ന് കരുതി. നമ്മൾ എത്രയൊക്കെ ക്ലീനാക്കി എടുത്താലും റൂം ഒഴിവാക്കി പോരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ക്ലീനിങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കിച്ചണ് തലേന്ന് രാത്രി തന്നെ ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുക്കാനുള്ളതുകൊണ്ട് എല്ലാം തലേന്ന് രാത്രി തന്നെ ആക്കി വെച്ചു. പിന്നെ 2 റൂമും ഹാളും ക്ലീനിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാനുള്ളതും എടുക്കാനുള്ളതൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് പണികൾ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ ഞാൻ ഇക്കാൻ്റെ കൂടെ പറഞ്ഞു വെച്ചേക്കുവാണ്. അതുകൊണ്ട് മാത്രമല്ല, ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങാൻ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പർച്ചേസ് ചെയ്യാമെന്നാണ് കരുതിയേക്കുന്നത്, കാരണം ഇക്കാക്ക് ഫ്രീ ഇല്ലാത്തതുകൊണ്ട് പർച്ചേസിങ് ഒന്നും നടന്നിട്ടില്ല. വരുന്നതിൻ്റെ തലേന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. അലക്കിയിട്ട് ഡ്രസ്സുകളൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുകയാണ്. അതിൽ നിന്ന് ഒഴിവാക്കാനുള്ളതും മാറ്റി വെക്കുന്നുണ്ട്, കൊണ്ടുവരാനുള്ളത് വേറെ വെക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കാൻ്റെ കോള് വരുന്നത്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം, ഫ്രഷായിട്ട് വായോ, ഞങ്ങൾ താഴെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം ഫ്രഷായി താഴേക്ക് അവരുടെ അടുത്തേക്ക് പോവാണ്. ഫുഡ് കഴിച്ച ശേഷം മിക്കാനെ ഗോഡൗണിൽ പോയിട്ട് അവിടെ കുറച്ച് പണികളുണ്ട്, അതും കൂടെ തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് പർച്ചേസിങ്ങിന് ഇറങ്ങാൻ. നമ്മളിന്ന് പുറത്തേക്ക് പോവാണ്. ഇന്ന് ഫുഡ് പുറത്തുനിന്ന് ആയതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സാധാരണ ഞങ്ങൾ ഫുഡ് പുറത്തുനിന്നാണെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും, ഇവിടെ റൂമിലിരുന്നിട്ട് കഴിക്കുക ചെയ്യുക. വല്ലപ്പോഴൊക്കെ ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകും. അതല്ലാത്ത ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ റൂമിലിരുന്നിട്ടാണ് കഴിക്കുക. ഇന്നിക്ക പറഞ്ഞു കിഡിലൻ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സീ ഫുഡിൻ്റെ ഐറ്റംസ് കിട്ടുന്നത്, നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മർഹബ റെസ്റ്റോറൻറ്റിലേക്കാണ്. കിഡിലൻ റെസ്റ്റോറൻ്റാണ്. ഇക്കയും മക്കളും വണ്ടിയിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഫിഷിൻ്റെ ഒരുവിധം ഐറ്റംസ് ഒക്കെ കിട്ടും. നമ്മൾ എന്ത് പറഞ്ഞാലും ഫിഷ് വെച്ചിട്ട് അവരത് തയ്യാറാക്കിയിട്ട് തരും. അതുമാത്രമല്ല, ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. അവിടുന്ന് സെലക്ട് ചെയ്യുക, സ്പോട്ടിൽ ക്ലീൻ ചെയ്യുക,
ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്ത് തരും. ഇവിടെ ഒരുപാട് മീനുകളുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾ 2 മീൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 മീനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇതിലൊന്ന് ഗ്രേവി ആക്കാനും വേണ്ടി പറഞ്ഞു, ഒന്ന് ഗ്രില്ലാക്കാനും വേണ്ടിയിട്ടാണ്. ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ മേലേക്ക് പോവാണ്. താഴെയും സിറ്റിംഗ് സ്പേസ് ഉണ്ട്, മേലെയുണ്ട്. ഞങ്ങൾ മേലെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് തന്നെ 2 ടൈപ്പ് റൈസും ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. 2 ഐറ്റം ഫിഷും 2 ഐറ്റം റൈസുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഗ്രേവി ടൈപ്പും ഒന്ന് ഗ്രിൽ ടൈപ്പുമാണ് ഫിഷ് ഓർഡർ ചെയ്തിരുന്നത്. ഗ്രിൽ ടൈപ്പ് നല്ല ഫ്ലേവറായിരുന്നു. ഗ്രേവി ടൈപ്പ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സോഫ്റ്റായിരുന്നു ഫിഷ്. രണ്ടും ഒരേ ഫിഷാണ്, പക്ഷേ രണ്ടിൻ്റെയും ടെക്സ്ചറിൽ വ്യത്യാസമുണ്ട്. മക്കൾ രണ്ടാൾക്കും ഗ്രേവി ടൈപ്പിനേക്കാളും ഗ്രിൽ ടൈപ്പാണ് ഒന്നും കൂടി ഇഷ്ടമായിട്ടുള്ളത്. പക്ഷെ എനിക്കും ഇക്കാക്കും രണ്ടും ഇഷ്ടമായി. ഗ്രേവിയിൽ ആ ഒരു ഗ്രേവി കൂട്ടി ഫിഷ് കഴിക്കുമ്പോഴാണ് നല്ല ഫ്ലേവറായിട്ട് തോന്നുന്നത്. അതിലിട്ട വെജിറ്റബിൾസും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഈ റൈസിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല ഫ്ലേവർ ഉണ്ട്, അത് മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ. അതുപോലെ ഇതിൻ്റെ കൂടെ 2 ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു. ഒരു തക്കാളി ചട്നിയും ഒരു പുളിയോ മറ്റെന്തോ ചേർത്തിട്ടുള്ള ഒരു ചട്നി. പക്ഷെ രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പ്ലേറ്റ് ഏകദേശം കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ ഗോഡൗണിലെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞങ്ങൾ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയിട്ടുള്ളത്. കാര്യമായിട്ട് പർച്ചേസിംഗ് ഒന്നുമില്ല, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, കൂടെ കുറച്ച് മിഠായികളും കൊണ്ടുപോകണം. ഫസ്റ്റ് നമ്മൾ പാൽപ്പൊടി തന്നെ എടുക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് പാൽപ്പൊടി ഉള്ള സെക്ഷനിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്കും താത്തർക്കൊക്കെ വേണ്ടിയിട്ട് മറായിൻ്റെയും ആങ്കറിൻ്റെ ഒക്കെ പാൽപ്പൊടികളാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ഷോപ്പിലേക്ക് പോയി. അവിടെ ഈ മിഠായികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഷോപ്പാണ്. ഒരുപാട് വെറൈറ്റി മിഠായികളുണ്ട്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണോടിച്ച് പോയതാണ്. സമയമില്ലായിരുന്നു, അറിയാമല്ലോ. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾ പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. ഇനിയിപ്പം പെട്ടി കെട്ടാനും മറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് പോകുന്നേ ഉള്ളൂ. അങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പർച്ചേസിങ്ങൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പോയി. മോൻ്റെ മുടി വെട്ടിക്കാനുണ്ട്. അപ്പോൾ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയതാണ്. അവൻ്റേത് കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ മുടി വെട്ടിക്കാനുണ്ട്. അപ്പോൾ അവിടെ കുറച്ചധികം സമയം പോയിട്ടോ. ഇക്കാൻ്റെ മുടി അവിടെ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഇവിടെ ഒരാൾ കാണിക്കുന്നതാണ്. കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വയം സംസാരിക്കുക, സ്വയം ഓരോ ആക്ഷൻസ് കാണിക്കുക, ദേഷ്യം പിടിക്കുക, അങ്ങനത്തെ ഒക്കെ ഓരോ കളികളായിരുന്നു. ഞാനിവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന മോൻ കണ്ടിട്ടില്ല. കണ്ട ശേഷം ആൾ പിന്നെ നിർത്തി കേട്ടോ. അങ്ങനെ നമ്മൾ മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മക്കളൊക്കെ നല്ല ടയേർഡായി. കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു മുടി വെട്ടാനൊക്കെ. അപ്പോൾ പിന്നെ ജ്യൂസ് കുടിച്ചിട്ടാവാം ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളും ഒന്ന് കരുതി. ഒരുപാടൊന്നുമില്ല, ഇനി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളുമാണ്. അപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കിവി എന്ന് പറയുന്നൊരു ഷോപ്പിൽ വന്നതാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളൊരു ജ്യൂസാണിത്. ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പൾപ്പുകളാണ് ഈ ജ്യൂസിലുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. നമ്മളെ വയറ് നിറയാൻ ഇതൊന്ന് കഴിച്ചാൽ തന്നെ ധാരാളമാണ്. അങ്ങനെ ഇതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പാണ്ടിയിലേക്കാണ് പോയത്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്വീറ്റ്സും കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളോടെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് അതിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് അവിടെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഇറങ്ങേണ്ടി വന്നു. നമ്മൾ ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മക്കളൊക്കെ ഡെസ്പായിരുന്നു. പോണല്ലോ എന്നുള്ള ആ ഒരു ഫീൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. മക്കൾക്കായാലും ഇക്കാക്കായാലും നമുക്കായാലും. അതുവരെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ആകുമ്പോൾ നമുക്കിങ്ങനെ ഒരു
ഒരു ടെൻഷനാണ്. പോണല്ലോ, പോകാതിരിക്കാൻ പറ്റൂല. എന്നാലും ആ ഒരു ഫീല് ഒരു പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനൊരു മൊമെൻ്റ് അനുഭവിച്ച ഓരോരുത്തർക്കും അത് പെട്ടെന്ന് കണക്റ്റാവും. ഏതായാലും നമ്മൾ റൂമിലേക്ക് പോവാണ്. ഇതിൻ്റെ ബാക്കി ഏതായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.